നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സർവം പിഴച്ചൊരു CSK ഇന്നലെ ഗുവാഹട്ടിയിൽ നമ്മൾ കണ്ടതാണ്. ടോസ് നഷ്ടപ്പെട്ടത് മുതലാണ് പണി കിട്ടിയത്. ഇന്നലെ ആകെ അടിച്ചത് 127 റൺസാണ്. ഈസിലി 100 റൺസിന് താഴെ അവർ ഓൾ ഔട്ട് ആവേണ്ടതാണ്. പക്ഷേ JB ഓവേർട്ടൻ്റെ ചെറുത്തുനിൽപ്പാണ് വലിയൊരു ഹ്യൂമിലിയേഷനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും പക്ഷേ 47 പന്തുകൾ ശേഷിക്കെ 8 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയത്തിലേക്ക് കടന്നുപോയി രാജസ്ഥാൻ റോയൽസ്. എവിടെയൊക്കെ പിഴച്ചു CSKക്ക് നോക്കണ്ട, എല്ലാം പിഴച്ചിട്ടുണ്ട്. ബാറ്റിംഗ് പിഴച്ചിട്ടുണ്ട്, ബൗളിംഗ് പിഴച്ചിട്ടുണ്ട്, ഫീൽഡിങ് പിഴച്ചിട്ടുണ്ട്, DRS എടുക്കുന്നത് പോലും പിഴച്ചു. തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണ് DRSലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സർവം പിഴക്കുന്ന ഒരു കാഴ്ച. ഇനി എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നിലും ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതാണ് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ പോസ്റ്റ് മാച്ച് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കളി കഴിഞ്ഞതിന് ശേഷമുള്ള ഋതുവിൻ്റെ വാക്കുകൾ. ഫെൽറ്റ് കണ്ടീഷൻ അറ്റ് ദി സ്റ്റാർട്ട് വെർ ടഫ്. അത് ശരിയാണ്. എസ്പെഷ്യലി ജോഫ്രക്കെതിരെ തുടക്കത്തിൽ കണ്ടീഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. മീഡിയം പേഴ്സേഴ്സിനെതിരെ ബുദ്ധിമുട്ടായിരുന്നു. സ്പിന്നേഴ്സിന് അസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ടായിരുന്നു. മേ ബി ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ബാറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാലത്ത് നമുക്കറിയില്ല എന്താണ് മികച്ച സ്കോർ എന്ന്. അതുകൊണ്ട് തന്നെ അതേ രൂപത്തിൽ തന്നെ അടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. പിന്നെ നമ്മൾ ഈ ഒരു തോൽവി അത് അവിടെ ഉപേക്ഷിക്കുക, മുന്നോട്ട് പോവുക, അതാണ് ഇനി ചെയ്യാനുള്ളത്. അടുത്ത മത്സരം 3 ദിവസത്തിനുള്ളിലുണ്ട്. ഒരുപാട് യുവതാരങ്ങൾ സ്ക്വാഡിലുണ്ട്. നെർവി സ്റ്റാർട്ടാണ്. പക്ഷേ ഈ ഗെയിമിനെ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ഞാൻ എല്ലായ്പ്പോഴും ഓൾ ഔട്ടായിട്ട് ആക്രമിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അറിയില്ല പാർ സ്കോർ എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് പ്ലെയർ ഉള്ളതുകൊണ്ട് 150, 170 ഒക്കെ ഈസിലി ചേസ് ഡൗൺ ചെയ്യുന്നതാണ് എന്നുകൂടി ഋതു പറയുന്നത്. അതായത് എത്ര റൺസ് എടുക്കണം ഈ പിച്ചിൻ്റെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്ന് മനസ്സിലാവേണ്ടത്. കൃത്യമായിട്ട് കണ്ടീഷൻസ് ബുദ്ധിമുട്ടായിരുന്നു, ശരിയാണ്. മഴ പെയ്ത ഒരു റെഡ് സോയിൽ പിച്ച്, അതിൽ ബാറ്റ് ചെയ്യുക ആദ്യം എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്നെ എത്ര റൺസ് വേണമെന്നൊരു ക്ലാരിറ്റി ഇല്ലാതെ ബാറ്റ് വീശിയപ്പോൾ വിക്കറ്റ് വീണിട്ടും അതേ സ്ട്രാറ്റജിയിൽ പോയി വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊഴിഞ്ഞ് വീടും. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ എത്രയാണ് ടാർഗറ്റ് എന്നുള്ളതിൽ കൃത്യത ഉണ്ടായിരുന്നില്ല. 150, 170 ആയാൽ പോലും ചേസ് ഡൗൺ ചെയ്യുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇന്നത്തെ കാലത്ത് എത്രയാണ് ഒരു നല്ല സ്കോർ എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. എന്ത് അപ്രോച്ച് എടുക്കണം. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ബാറ്റ് ചെയ്യേണ്ടതായിരുന്നു. അതായത് വെയിറ്റ് ചെയ്ത് ഗെയിം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഡീപ്പറായിട്ട് ബാറ്റ് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അവിടെയും ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് വ്യക്തമായത്. പിന്നെ എതിർ ടീമിൽ വൈഭവ് സൂര്യവംശിയുടെ അഴിഞ്ഞാട്ടം, അതിനോടൊപ്പം ഫീൽഡിംഗ് മിസ്റ്റേക്ക് കൂടി വന്നപ്പോൾ CSK അങ്ങ് തീർന്നു. ഇത് വളരെ കൃത്യമായിട്ട് റിയാൻ പരാഗ് പറയുന്നുണ്ട്. ഗോട്ട് ലക്കി വിത്ത് ദി ടോസ് കിട്ടിയതിൽ ഭാഗ്യമുണ്ട്. ഇതൊരു റെഡ് സോയിൽ വിക്കറ്റ് വിത്ത് റെയിൻ. സോ ബൗളേഴ്സ് വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കിരീടം ചൂടലാണ് എന്നുകൂടി റിയാൻ പരാഗ് പറയുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതിലധികം കൃത്യമായി പറയുന്നുണ്ട്, വി വാണ്ട് ടു പ്ലേ സ്മാർട്ട് ക്രിക്കറ്റ് ആൻഡ് അഡാപ്റ്റ്, വി ഡിഡ് ദാറ്റ് ടുഡേ എന്നാണ്. ഇവിടെ കണ്ടീഷന് മഴയും മറ്റുമൊക്കെ ആയപ്പോൾ CSKക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ വന്നു. അതിൻ്റെ വിലയാണ് ഇന്നലെ കൊടുക്കേണ്ടി വന്നത്. വലിയ ഡാമേജാണ് ഇപ്പോൾ നെറ്റ് റൺ റേറ്റിന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. കാരണം ഇത്രയും കുറഞ്ഞ ഓവറുകളിൽ അവർ ചേസ് ചെയ്ത് പോയി. രാജസ്ഥാൻ റോയൽസിന് +4.171 നെറ്റ് റൺ റേറ്റ്, CSKക്ക് -4.171. എന്തായാലും വരും മത്സരങ്ങളിൽ കാര്യങ്ങൾ മാറി മറിയും എന്ന് പ്രതീക്ഷിക്കുക. ഒറ്റ കളിയല്ലേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് CSK ആരാധകരുടെ ഒരാശ്വാസം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.